ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ്. അപ്പം നമ്മളിന്നൊരു പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വളരെ പെട്ടെന്ന് ഒരു ബ്രെഡ് പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കയ്യിൽ ബ്രെഡും പാലും ചൈന ഗ്രാസും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ബ്രെഡ് പുഡിങ് തയ്യാറാക്കാൻ പറ്റും. അതിനാദ്യം വേണ്ടത് നമുക്കൊരു ബ്രെഡാണ്. ഒരു 6 സ്ലൈസ് അല്ലെങ്കിൽ 7 സ്ലൈസ് ബ്രെഡ് എടുത്ത് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് പാല്. ഓക്കെ, ഇനി ബ്രെഡ് നമ്മൾ ഇതെടുത്തിട്ട് ഞാൻ പറഞ്ഞ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ബ്രൗൺ കളർ ഒന്ന് മാറ്റി വെക്കുക. ഈ പുഡിങ്ങിന് ബ്രെഡിൻ്റെ വൈറ്റ് കളർ മാത്രമേ വേണ്ടുള്ളൂ. അതിൻ്റെ ബ്രൗൺ കളർ നമുക്ക് ക്രഷ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ 4 ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. 4 ഭാഗവും കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് നമ്മളെ മിക്സിൻ്റെ ജാറില്ലേ, മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ പൊടിച്ചെടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ബ്രെഡിൻ്റെ ഇതൊക്കെ നമ്മൾ ഫ്ലൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ, ഒരു തരിതരിപ്പ് പോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിപ്പം ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ചൈന ഗ്രാസ് ഇത് ടോട്ടൽ 24ൻ്റെ വലിയൊരു പാക്കറ്റാണ്. ഇതിൽ നിന്ന് 10 ഗ്രാം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിന്. ഇനി 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് വാങ്ങാൻ കിട്ടുമെങ്കിൽ അങ്ങനെയും വാങ്ങിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഒരു ഇതിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചൈന ഗ്രാസ് മുങ്ങുന്ന വരെ വെള്ളം ഒഴിച്ചിട്ട് അവിടെ മെൽറ്റാൻ വെക്കുക. അതേസമയം നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ എന്താക്കണം, പാല്, ഞാനിവിടെ 1 ലിറ്ററിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് നമുക്ക് ചൂടാൻ്റെ അടുപ്പത്ത് വെക്കാം. പിന്നെ അതേപോലെ നമ്മൾ പാല് ചൂടാൻ വെച്ച് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ട് നിൽക്കണം. കാരണം പാല് ചിലപ്പം അടിക്ക് തട്ടും, അതല്ലെങ്കിൽ നമ്മൾ ഈ ബ്രെഡിൻ്റെ ക്രംസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിക്ക് തട്ടും. പാലിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എന്താക്കണം, നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡില്ല, ബ്രെഡിൻ്റെ പൊടി അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ലോണം എനിക്ക് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണേ, ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ എന്താണെന്ന് പറയുക നമ്മളിത് അടിക്ക് തട്ടിപ്പോവും, അപ്പം ഇതായിപ്പോവും, കയറിനൊരു സ്മെല്ല് വരും. അപ്പം നല്ലോണം നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അതേ സമയം നമ്മൾ അവിടെ നമ്മൾ ചൈന ഗ്രാസ് തിളച്ച് വരുന്നുണ്ട്. നമുക്കിപ്പുറം ബ്രെഡിൻ്റെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അത്ര വാനില എസെൻസ് ഇല്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കുക. ഇനി അതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ പഞ്ചസാര. ഞാനിപ്പം ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ലൈറ്റ് മധുരമാണ്, വലിയ മധുരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മധുരം കുറഞ്ഞിട്ടില്ല, സാധാ ഒരു മധുരമാണല്ലോ 1/2 കപ്പ് പഞ്ചസാര ഇട്ടപ്പം. അപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഈ ഒരു ബ്രെഡിൻ്റെ നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ഇതിലെ ലിക്വിഡ് അത് നല്ലോണം തിളച്ച് വരും. നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഈ ബ്രെഡിൻ്റെ ലിക്വിഡ് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളെ ചൈന ഗ്രാസ് മെൽട്ടാക്കിയിട്ട് നമ്മൾ അപ്പുറം വെച്ചിട്ടില്ലേ, അത് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫായാൽ കേട്ടോ. നമുക്ക് ചൈന ഗ്രാസ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മളിത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ക്രീമി ബ്രെഡ് പുഡിങ് ഇവിടെ റെഡിയാവും. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൈന ഗ്രാസ് അരിച്ചൊഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ചൂടാറാനും വേണ്ടിയിട്ട്. നമ്മൾ ഏത് ട്രേയിലാണോ ഒഴിക്കുന്നത് ആ ട്രേ ഒന്ന് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം.
അപ്പം നമ്മളവിടെ പാത്രത്തിൽ ബട്ടർ തടവി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇത് ലിക്വിഡ് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നമുക്കിനിത് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊരു 2 വട്ടം ഒഴിച്ചിട്ട് 3 വട്ടം ഒഴിച്ചിട്ട് മിക്സിയിൽ ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം, നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ച പുഡിംഗ് ട്രേയിൽ അതിലോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 3 വട്ടമാക്കിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. 1 ലിറ്റർ പാലുണ്ടല്ലോ, അതിനോടാണ് ഞാൻ പുഡിംഗ് ആക്കിയിട്ടുള്ളത്. 3 വട്ടം ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാനിത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. കണ്ടില്ല, നല്ല പാല് പോലെ നമ്മളെ ക്രീമി ടെക്സ്ചറായിട്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇതുപോലെ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല അടിപൊളി ബ്രെഡ് പുഡിങ് കിട്ടും. ഇത് കഴിക്കുമ്പോഴാണെങ്കിലും ബ്രെഡ് പുഡിങ്ങാന്ന് ഒരിക്കലും പറയൂല. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രീമിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇത് ഉണ്ടാവാൻ, നമ്മൾ മിക്സിയിൽ അടിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ബ്രെഡ് പുഡിങ് ആണല്ലേ. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്രീം പുഡിങ് അല്ലെങ്കിൽ ബട്ടർ പുഡിങ് അങ്ങനെയാണ് ഇത് മനസ്സിലാവാൻ. നമ്മളിത് ആരോടെങ്കിലും ആ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർക്ക് മനസ്സിലാവുക ഇത് ബ്രെഡ് പുഡിങ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലോട്ടേക്ക് കുറച്ച് ബദാം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ തന്നെ 3 പാത്രത്തിലാക്കിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ബദാമാന്ന് മേലെ കട്ട് ചെയ്തിട്ട് കൊടുത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ മാറ്റി. ബൈ ബൈ.